പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ ക്രോമിനെ പറ്റിയിട്ട് ഇന്ത്യൻ CRT അവരുടെ വെബ്സൈറ്റിൽ അറിയിച്ച ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അവർ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗൂഗിൾ ക്രോമിൽ 30 വളരെബിറ്റ് കണ്ടെത്തിയിരിക്കുന്നതാണ്. ഈ 30 വളരെബിറ്റിൽ 7 വളരെബിറ്റ് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. 7 എണ്ണം വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അവർ നമുക്ക് തരുന്ന നിർദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും നമുക്കിവിടെ ചില മൊബൈലിൽ കാണിക്കുക. ഇങ്ങനെ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ ക്രോം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി കമ്പ്യൂട്ടറിലാണ് ലാപ്ടോപ്പിലാണ് നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നും ഞാൻ ഈ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈൽ ഉണ്ടല്ലോ, നമ്മുടെ പ്രൊഫൈലിൻ്റെ തൊട്ടടുത്ത് മേലെ തന്നെ ഒരു 3 പുള്ളി കാണാം. ഈ 3 പുള്ളിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. 3 പുള്ളി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ താഴോട്ട് വന്ന ഇവിടെ ഹെൽപ്പ് എന്നൊരു സംഭവമുണ്ട്. ഈ ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ട് സൈഡിൽ തന്നെ കാണാം അബൌട്ട് ഗൂഗിൾ ക്രോം എന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ആയതാണെങ്കിൽ ഇതുപോലെ കാണിക്കും. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ഇതിന് വേണ്ടിയിട്ട് ഇത് കണ്ടപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തതാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഗൂഗിൾ ക്രോമിലാണ്. പക്ഷേ ഞാനും ഇപ്പോഴാണ് എന്ത് ചെയ്യണത്, ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഗൂഗിൾ ക്രോം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്തിട്ടും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് ദിവസത്തിന് അത് ഉപയോഗിക്കാതിരിക്കുക. അതിന് പകരമായിട്ടുള്ള ഏതെങ്കിലും ബ്രൗസറുകൾ ഉപയോഗിക്കാം. ഇതുപോലുള്ള പുതിയ അറിവുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ഐക്കൺ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.